السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനായി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. സത്യപാതയിൽ അടിയുറച്ച് മുന്നേറുവാനുള്ള തൗഫീഖ് അർഹമർ റഹീമീനായ നാഥൻ നമുക്കേവർക്കും കനിഞ്ഞരുളി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് സ്വസ്ഥതയും സമാധാനവും. സമൂഹത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് വളർന്നു വരേണ്ടതുണ്ട്. സ്വസ്ഥതയും സമാധാനവുമുള്ള കുടുംബാന്തരീക്ഷത്തിൽ വളർന്നവർക്കാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു സമൂഹത്തിലെ മെമ്പറായി വർത്തിക്കുവാൻ പലപ്പോഴും സാധിക്കുക. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് ആവശ്യമായ ഭദ്രത ഒരു വ്യക്തി അവൻ്റെ സ്വസ്ഥമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നേടിയെടുക്കാൻ ആവശ്യമായ നിലക്കുള്ള കുടുംബാന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കപ്പെടണം എന്ന് വളരെ കണിശവും കൃത്യവും സ്പഷ്ടവുമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബ ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. വിവാഹ ജീവിതത്തിന് അടിത്തറവാകുന്ന പുരുഷൻ അവൻ്റെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീ മതബോധവും മൂല്യബോധവും സനാതന മൂല്യങ്ങളോടുള്ള ആദരവുമുള്ളവളായിരിക്കണം എന്നത് ഇസ്ലാം വളരെ കണിശമായി താൽപര്യപ്പെട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ
വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. ഒരു പുരുഷൻ വിവാഹം കഴിക്കാറുള്ളത് ഒരു സ്ത്രീയിൽ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കുമ്പോൾ പുരുഷന്മാര് പലരും പലതും അന്വേഷിക്കാറുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ നോക്കാറുള്ള 3-4 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, അവളുടെ ജമാല്, അവളുടെ സൗന്ദര്യം പരിഗണിക്കപ്പെടാറുണ്ട്. സൗന്ദര്യം നോക്കാറുണ്ട്, സാമ്പത്തിക ശേഷി നോക്കാറുണ്ട്, തറവാടിത്ത മേന്മയും കുലവൈജാത്യവുമൊക്കെ പരിഗണിക്കാറുണ്ട്. അതുപോലെ തന്നെ കുലമഹിമ പരിഗണിക്കപ്പെടാറുണ്ട്. വലി ദീനിഹ, മതബോധം പരിഗണിച്ചുകൊണ്ടും വിവാഹം കഴിക്കപ്പെടാറുണ്ട്. 4 പറഞ്ഞു. സാധാരണ വിവാഹാന്വേഷണ ഘട്ടത്തിൽ പുരുഷൻ ഒരു സ്ത്രീയെ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അവർ പരിഗണിക്കപ്പെടാറുള്ള സാധാരണ നാട്ടുനടപ്പുള്ള ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞു. സൗന്ദര്യം, സമ്പത്ത്, അതുപോലെ തന്നെ തറവാടിത്ത മേന്മ, അതുപോലെ ദീന്. 4 പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുകയാണ്, ഈ 4-ൽ ഫൾഫർ ബിദാത്തിദ്ദീൻ, മതമുള്ളവളെ കൊണ്ട് നീ വിജയിച്ചോ. ഫൾഫർ ആകയാൽ ഇതിനൊക്കെ വേണ്ടിയാണ് വിവാഹം കഴിക്കപ്പെടാറുള്ളതെങ്കിലും നിന്നോട് പറയാനുള്ളത് ഫൾഫർ, നീ വിജയിച്ചോളണം. നീ വിജയിക്കേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് വിജയം കിട്ടുന്നത് ബിദാത്തിദ്ദീൻ, മതമുള്ളവളെ കൊണ്ടാണ്. മതമുള്ളവളെ കൊണ്ട് നീ വിജയിച്ചോളൂ. തെരിബത് യദാക്, നിന്റെ 2 കൈകളും മണ്ണ് പുരളേണ്ടി വന്നാലും. 2 കൈകളും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് ആ പെണ്ണൊരു പക്ഷേ ദരിദ്രയായിരിക്കാം, സൗന്ദര്യം കുറഞ്ഞവളായിരിക്കാം, അതുപോലെ തന്നെ തറവാടി മേന്മയില്ലാത്തവളായിരിക്കാം. എന്തായിരുന്നാലും ആദർശബോധവും ദീനീബോധവുമുള്ള ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയായി നിനക്ക് കിട്ടുന്നതെങ്കിൽ ആ പെണ്ണിനെ പോറ്റേണ്ടതിന്റെ വിഷയത്തിൽ നീ അല്പം കയ്യിൽ മണ്ണ് നനഞ്ഞ് പുറത്തിറങ്ങി അധ്വാനിക്കേണ്ടി വന്നാലും നിനക്ക് നല്ലൊരു ദീനുള്ള പെണ്ണാണ്. ദീനില്ലാതെ സൗന്ദര്യം നോക്കിയാൽ, ദീനില്ലാതെ സമ്പത്ത് നോക്കിയാൽ, ദീനില്ലാതെ വലിയ പേരുകേട്ട തറവാട്ടുകാരാണെന്ന് പരിഗണിച്ചാൽ വിജയം കിട്ടുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നാം മനസ്സിലാക്കുക, മതബോധത്തിന് ഏറ്റവും വലിയ പരിഗണന ഇസ്ലാം നൽകുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് എന്തിനാ? അവന് സമാധാനം കിട്ടണം, മനസ്സിനടക്കം കിട്ടണം. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു. ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിൽ ആശ്വാസം കണ്ടെത്താൻ. പെണ്ണിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടണം, നിങ്ങളുടെ ആശ്വാസ കേന്ദ്രം അവളായിരിക്കണം. ലിതസ്കുനു ഇലൈഹാ, അവളിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എങ്ങനെ ആശ്വാസം കണ്ടെത്തും? എങ്ങനെ ആശ്വാസം കിട്ടും? മതബോധമുള്ള പെണ്ണാണെങ്കിൽ, ആദർശബോധമുള്ള പെണ്ണാണെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ, നിനക്കവളെക്കുറിച്ച് ഭയമേതുമില്ലാതിരിക്കാൻ, നിനക്കവളെക്കുറിച്ച് സംതൃപ്തി നിന്റെ മനസ്സിൽ തോന്നാൻ ഉതകുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും ഭൂരിഭാഗവും ഉണ്ടാവുക. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇല്ല എന്നല്ല ഈ പറയുന്നതിനർത്ഥം. ഇസ്ലാം എപ്പോഴും അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള അടിസ്ഥാനപരമായ തത്വങ്ങളെയാണ് എപ്പോഴും പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉഖ്ബിറുക്, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ബിഖൈരി മാ യക്നിസുൽ മർഉ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നിധി ഏതാണെന്ന്, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ കെൻസ്, നിധി ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അൽ മർഅതു സ്വാലിഹാ, ഒരു സദ്വൃത്തയായ പെണ്ണാണ്. ഒരു സദ്വൃത്തയായ പെണ്ണിനെയാണ് ഒരാൾക്ക് കിട്ടിയതെങ്കിൽ
അയാൾക്ക് ദുനിയാവിൽ വലിയ നിധിയാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് ആ പെണ്ണിന്റെ മേന്മ? ഇദാ നളറ ഇലൈഹാ സറതുഹു, ആ മനുഷ്യനെ പെണ്ണിനെ നോക്കിയാൽ സറതുഹു, ആ പെണ്ണ് ഈ മനുഷ്യനെ സന്തോഷിപ്പിക്കും. സന്തോഷകരമായ പ്രവൃത്തിയാണ് അവളിൽ നിന്നുണ്ടാവുക, സന്തോഷകരമായ രൂപഭാവമാണ് അവളിൽ ഉണ്ടാവുക, സന്തോഷകരമായ വേഷവിധാനമാണ് അവളിൽ ഉണ്ടാവുക. അങ്ങനെ അവളെ നോക്കിയാൽ ആ പെണ്ണിവനെ സന്തോഷിപ്പിക്കുന്ന സ്വഭാവക്കാരിയാണ്. വഇദാ അമറഹാ അതാഅതുഹു, ഈ മനുഷ്യൻ ആ പെണ്ണിനോട് വല്ലതും കൽപ്പിച്ചാൽ ആ പെണ്ണിവനെ അനുസരിക്കുന്നു. വഇദാ ഗാബ അൻഹാ, ആ ഭർത്താവായ മനുഷ്യൻ നാട്ടിലില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ, വീട്ടിലില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ, അവളിൽ നിന്ന് മറഞ്ഞ് വിദേശത്തോ വീട്ടിലില്ലാത്ത നേരത്തോ ആണെങ്കിൽ, ഹഫിളതുഹു, ആ പെണ്ണിവനെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്നു. അവളുടെ ശരീരം അവൾ സംരക്ഷിക്കുന്നവളാണ്, അവളുടെ മാന്യത അവൾ സംരക്ഷിക്കുന്നവരാണ്, അവൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവളാണ്. അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം തന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ഒരിക്കലും അവൾ ഒരാൾക്കും കാണിക്കാത്തവളാണ്. ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോ അതാ വശീകരണത്തിന്റെ സംസാരം പോലും ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കുന്ന പെണ്ണാണ്. അങ്ങനെ നീ സ്ഥലത്തില്ലാതെയായാൽ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ശരീരത്തെയും അഭിമാനത്തെയും സമ്പത്തിനെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ ഒരാൾക്ക് കിട്ടിയാൽ കൽപ്പിക്കുന്നതെന്തും അനുസരിക്കുന്ന നല്ലവളായ ഭാര്യ, കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിരേകുന്ന മനസ്സിന് സന്തോഷം പകരുന്ന ഭാര്യ, അതുപോലെ തന്നെ താൻ തന്റെ അസാന്നിധ്യത്തിലും തന്റെ ആദർശം അനുസരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭാര്യ, അതാണ് ഒരു മനുഷ്യന് കിട്ടുന്നതെങ്കിൽ ദുനിയാവിൽ അവന് ഏറ്റവും വലിയ കെൻസാണ് കിട്ടിയിരിക്കുന്നത്, നിധിയാണ് കിട്ടിയിരിക്കുന്നത്. ആ കാര്യത്തെ സംബന്ധിച്ച് അങ്ങനെ തന്നെ വർത്തിക്കുന്നവരെ പെണ്ണായി മാറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോളൂ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സ്ത്രീ 5 നേരം അവൾ നമസ്കരിക്കുന്നു. കൃത്യമായി നമസ്കരിക്കുന്ന പെണ്ണ്, കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന ഒരു പെണ്ണ്. വസാമത്ത് ശഹ്റഹാ, കൃത്യമായി അവൾ എന്ത് ചെയ്യുന്നു? റമദാനിൽ നോമ്പെടുക്കുന്നു. വഹഫിളത് ഫർജഹാ, അവളുടെ ഗുഹ്യഭാഗങ്ങളെ, ലൈംഗിക ഭാഗങ്ങളെ അവൾ കാത്തു സൂക്ഷിക്കുന്നു. അർഹതപ്പെട്ട തന്റെ ഭർത്താവിന് വേണ്ടിയല്ലാതെ ഒരു നിലക്കും ആ രംഗത്തേക്ക് ഈ എടുത്തുചാട്ടമില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന അഭിമാനബോധമുള്ള പെണ്ണ്, പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്, പവിത്രത നിലനിർത്തുന്ന പെണ്ണ്. വതഅത് സൗജഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്ന, അപ്പൊ 5 നേരം നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും അതുപോലെ തന്നെ തന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുകയും തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പെണ്ണ് മരിച്ചുപോയാൽ ഖീല ലഹാ, അവളോട് പറയപ്പെടുന്നത് എന്താണ്? ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നോ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നോളൂ. അള്ളാഹുവിന്റെ സ്വർഗലോകത്തിന് 8 കവാടങ്ങളുണ്ട്. എല്ലാം റഹ്മത്തിന്റെ കവാടങ്ങളാണ്. ഏതിലൂടെയും പ്രവേശിക്കാൻ മാത്രം അർഹത നേടപ്പെട്ട് കഴിഞ്ഞു ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ. അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാൽ, അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം ഒരു പെണ്ണാണ് നന്നാവേണ്ടത്. ഒരു വീട്ടിന്റെ വിളക്കാണ് പെണ്ണ്, ഒരു വീട്ടിലെ നായികയാണ് പെണ്ണ്. ആ പെണ്ണാണ് മക്കളെ വളർത്തേണ്ടത്. അല്ലുമ്മു മദ്റസതുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ തയ്യിബൽ ഇറാഖി. ഉമ്മയാണ് ആദ്യത്തെ പാഠശാല. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ പാഠശാല, ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ പഠന കേന്ദ്രം ഉമ്മയുടെ മടിത്തട്ടാണ്. ഉമ്മ നന്നായാൽ
കിട്ടിയാൽ ആ ഉമ്മയിൽ നിന്ന് സ്നേഹപരിലാളനകളോടെ ഇസ്ലാമിന്റെ സംസ്കാരം മുലപ്പാല് നൽകുന്ന കൂട്ടത്തിൽ ഇസ്ലാമിന്റെ സംസ്കാരവും പകർന്നു കൊടുക്കാൻ ശേഷിയുള്ള ഒരു ഉമ്മയെ കിട്ടിയാൽ അത് വലിയ ഭാഗ്യം തന്നെ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കുടുംബജീവിതത്തിന്റെ ആണിക്കല്ല്. അത് ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴും അങ്ങനെ തന്നെയാ. ദീന് നോക്കണം, എന്തും നോക്കിക്കോ, ദീന് വേണം. ദീനില്ലേ ഒന്നും നോക്കിയിട്ടും കാര്യമില്ല. അത് ഇസ്ലാം രക്ഷിതാക്കളോടും പറഞ്ഞതാണ്. നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ച് വരുന്നവന്റെ സൗന്ദര്യം നോക്കുന്നതിന് വിരോധമില്ല, സമ്പത്ത് നോക്കുന്നതിന് വിരോധമില്ല, എന്തും നോക്കിക്കോ, പക്ഷേ ദീന് വേണം, ദീന് വേണം. ദീനില്ലെങ്കിൽ ആ ദീനിന്റെ കാര്യമുള്ളവനാണ്, അവൻ ദീനനുസരിച്ച് ജീവിക്കും. അത് ഇക്കാലഘട്ടത്തിലെ ഫാഷന് യോജിക്കൂല, എന്റെ മകൾക്കത് യോജിക്കൂല, എന്റെ അഭിമാനത്തിന് യോജിക്കൂല. അവൻ താടി വളർത്തുന്നവനായിരിക്കും, അവന്റെ പാന്റ് നെരിയാണിക്ക് മീതെ പൊങ്ങി നിൽക്കും. അങ്ങനത്തെ ഒരു മരുമകനെ എനിക്ക് വേണ്ട, എന്റെ മകൾക്കത് വേണ്ട. അതെന്റെ തറവാടിന് കുറച്ചിലാണ്, ആളുകൾക്കിടയിൽ ഞാൻ മോശക്കാരനാകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതാ മോശപ്പെട്ട ആളുകളെ നോക്കിയിട്ട് അവന്റെ പണക്കൊഴപ്പും അവന്റെ മേനി സൗന്ദര്യവും മാത്രം പരിഗണിച്ചുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളില്ലേ? ദുനിയാവിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് തകുൻ ഫിൽ അർളി ഫിത്നതുൻ ഫസാദുൻ അരീദ്, വമ്പിച്ച നാശമാണ്. ധാർമ്മിക തലത്തിൽ നാശം വരുന്നാണ് ആ പറയുന്നത്, അല്ലാതെ വേറൊന്നിലുമല്ല. ധാർമ്മിക തലത്തിൽ നശിക്കും. അതുകൊണ്ട് മതബോധമുള്ളവരെ തെരഞ്ഞെടുത്തോ, മതബോധമുള്ളവളെ തെരഞ്ഞെടുത്തോ. ആ കാരണം ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന സന്താനങ്ങൾ അവർ നല്ല നിലക്ക് വളർത്തപ്പെടണ്ടേ. ഒരു സമൂഹത്തിൽ അതാ നല്ല നിലക്കുള്ള സംസ്കാരം വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞുകൊണ്ട് വിവാഹം നടന്നാൽ സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ആ ഭാര്യാഭർത്താക്കളോട് ഇസ്ലാം നൽകുകയാണ്. പെണ്ണിനോട് പറയുന്നു, നിന്റെ ഭർത്താവിനെ നീ അനുസരിച്ചോളണം. ഈ ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യന് അനുവാദം നൽകപ്പെടുകയായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ പെണ്ണെ നീ സുജൂദ് ചെയ്യണം എന്ന് പറയുമായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. സുജൂദ് ഒരാളെ മുമ്പിൽ, അള്ളാന്റെ മുമ്പിലല്ലാതെ പാടില്ല. അത്രത്തോളം കൽപ്പിച്ചാൽ അനുസരിക്കണം. എന്നാലോ എന്തും കൽപ്പിച്ചാൽ അനുസരിക്കണോ? ഒരു തത്വമുണ്ട്, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു ഭർത്താവിനെയും അനുസരിച്ചുകൂടാ. അത് പൊതുനയമാണ്. ഭർത്താവല്ലേ സുജൂദ് വരെ ചെയ്യാൻ പറയുമായിരുന്നു എന്ന് മുത്തുനബി പറഞ്ഞതല്ലേ? ഭർത്താവ് പറയുന്നു, ഈ വേഷം ധരിച്ച് പുറത്തു പോകണത് എനിക്കിഷ്ടല്ല, തലമറക്കരുത്, അല്ലെങ്കിൽ മാറു മറക്കരുത്, അല്ലെങ്കിൽ ഇടുങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ടേ പുറത്തു പോകാവൂ എന്ന് പറയുന്ന ചില ചങ്ങാതിമാരില്ലേ? അവർക്ക് അവന്റെ ഭാര്യയുടെ സൗന്ദര്യം അവൻ കണ്ടാ പോരാ, മാലോകര് കാണണം, മാലോകരിക്ക് നല്ല അഭിപ്രായം ഉണ്ടാകണം. പെണ്ണ് കാണാൻ പോകുമ്പോ വരെ തനിക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് എങ്ങനെയുണ്ടടാ എന്ന് ചോദിക്കുന്ന വിഡ്ഢികളുടെ മഠയന്മാരുടെ ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. മറ്റവന്റെ അഭിപ്രായം അനുസരിച്ചാ ഇവൻ പെണ്ണ് കെട്ടേണ്ടത് ആണോ? അല്ല, അത് അവനവന്റേതാണ്, അവരവർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ആ നിലക്കൊരു പാതിവൃത്യത്തിന്റെ ബോധം, ആ നിലക്കുള്ള പരിശുദ്ധിയുടെ ചിന്താഗതി, ആ ഒരു മാനസികാവസ്ഥ ഇരു കൂട്ടർക്കും ഉണ്ടാകണം. ഇതാ ഇസ്ലാം പറയുന്നത്. ആ നിലക്ക് വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോ വീട്ടിൽ ഇസ്ലാമികമായ നിലക്കുള്ള ആ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് മറക്കാനും പൊറുക്കാനും സാധിക്കുക. മനുഷ്യനല്ലേ? എത്ര ദീനുണ്ടാ പുരുഷനാണെങ്കിലും എത്ര ദീനുള്ള പെണ്ണാണെങ്കിലും മനുഷ്യരല്ലേ? മാനുഷികമായ പിഴവുകൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ പെണ്ണുങ്ങളോട് നല്ല നിലക്ക് വർത്തിക്കണേ. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കണേ. ഫഇൻ കരിഹ്തുമൂഹുന്ന, ചില കാര്യങ്ങളിൽ നിങ്ങൾ അവരെ വെറുക്കുന്നുവെങ്കിൽ ഫഅസാ അൻ തക്റഹു ശൈആ, ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ, വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ,
നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളിൽ വലിയ നന്മയുണ്ടായേക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പെണ്ണിന് മറ്റുള്ളവരെ പോലെ സൗന്ദര്യമില്ലായിരിക്കാം, അത് നിന്റെ ജീവിതത്തിൽ ഖൈറായിരിക്കും. നിനക്കതിന്റെ യഥാർത്ഥത്തിലുള്ള ഹിക്മത്ത് പിടികിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അവൾ സമ്പന്നയല്ലാതിരിക്കാം, ഒരുപക്ഷെ അവൾക്ക് പല രൂപത്തിലുള്ള വൈകല്യങ്ങളും ഉണ്ടായിരിക്കാം. ഏത് വൈകല്യങ്ങളും ക്ഷമിച്ചോ, പക്ഷേ ദീനിയായ കാര്യത്തിലുള്ള കുറവുകൾ നീ പറഞ്ഞും പഠിപ്പിച്ചും പരിഹരിച്ചുകൊണ്ട് ഭൗതിക ലോകത്തുള്ള ഏതു കുറവുകളെയും നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തായ പെണ്ണിനെ വെറുക്കരുത്, വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളിൽ നിനക്ക് ഒരു സ്വഭാവം വെറുപ്പായി തോന്നുന്നുവെങ്കിലും പല ഗുണങ്ങളും അവളിലില്ലേ. കുറ്റം മാത്രം കാണാൻ നോക്കണ്ട. പങ്കാളികളോട് ഇസ്ലാം പറയുന്നു, പരസ്പരം കുറ്റങ്ങൾ മാത്രമല്ല കാണേണ്ടത്, നന്മകളാണ് കാണാൻ ശ്രമിക്കേണ്ടത്. കുറ്റമില്ലാത്തവർ ലോകത്താരാണ് ഉണ്ടാവുക? ഏത് ഭർത്താവാണ് എല്ലാം തികഞ്ഞ ഭർത്താവ്? ഏത് ഭാര്യയാണ് എല്ലാം തികഞ്ഞ ഭാര്യമാര്? അതേ, നാം മനസ്സിലാക്കേണ്ടത് ഒരാളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടല്ല അവനവന്റെ ഭാര്യയെയും ഭർത്താവിനെയും നോക്കേണ്ടത്, മറ്റൊരാളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത്. അതൊരിക്കലും ഒരിക്കലും മനസ്സിന് സമാധാനം നൽകുകയില്ല. മറിച്ച് എന്തു വേണം? അല്ലാഹു തനിക്ക് നൽകിയിട്ടുള്ള തന്റെ ഭാര്യ, അതല്ലെങ്കിൽ തന്റെ ഭർത്താവ്, അത് മുഖേന എനിക്ക് സ്വർഗം കിട്ടണം, ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം. അതിനനുസരിച്ചുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, കുടുംബത്തിലെ ചർച്ചകൾ. നിങ്ങൾ നോക്കൂ, സന്ദർഭങ്ങൾ കിട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ കുടുംബത്തിൽ അതാ ദീനിന്റെ കാര്യങ്ങൾ, ആ വീട്ടിലാണല്ലോ വഹയിറങ്ങുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് താമസിക്കുന്ന വീടുകളിൽ അവിടുന്ന് താമസിക്കുമ്പോ എത്രയോ ആയത്തുകൾ ഇറങ്ങിയിട്ടില്ലേ? ഖുർആൻ പറയുന്നു, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന, അതാ അല്ലാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് അവിടെ നിങ്ങളുടെ വീടുകളിൽ അതാ പാരായണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണേ ഉമ്മമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരോട് ഖുർആൻ പറയുന്നു. എന്നിട്ടും അവിടുന്ന് വഹിയിറങ്ങിയുന്ന വീടാണ്, എല്ലാം വീടാ. എന്നിട്ടും ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. ബഖീയിൽ നിന്ന് ഒരു ജനാസ മറമാടൽ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയപ്പോൾ അള്ളാഹിന്റെ റസൂലിന് വലിയ തലവേദന. എന്റെ തല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ച് വിഷമിക്കുകയാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവർക്കും നല്ല തലവേദനയാണ്, അവരും തലയിൽ കൈവച്ച് തലവേദന എന്ന് പറയുന്നു. ഒരു ഭർത്താവിന് തലവേദനിച്ച് കയറി വരുന്നു, ഭാര്യയ്ക്കും തലവേദന. സ്വാഭാവികമായി നമ്മളൊക്കെ ആണെങ്കിൽ അതിന്റെ മറ്റ് ചികിത്സാ കാര്യങ്ങളും ആ കാര്യങ്ങൾ മാത്രമുള്ള ചർച്ചകളിൽ ഒതുങ്ങും, അതല്ലെങ്കിൽ ദേഷ്യം പിടിച്ചേക്കും. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? ആയിഷ ആ സന്ദർഭത്തിൽ ഒരു മരണത്തെക്കുറിച്ചൊരു ചെറിയ ഉപദേശം എന്താ പറഞ്ഞതെന്നറിയോ? ആയിഷ ഒരു കാര്യം ഉടനെ പഠിപ്പിച്ചു, എനിക്ക് മുമ്പ് നീയാ മരിക്കുന്നതെങ്കിൽ നിന്റെ ജനാസ ഞാൻ കുളിപ്പിക്കും. എനിക്ക് മുമ്പ് നീയാ മരിക്കുന്നതെങ്കിൽ നിന്റെ ജനാസ ഞാൻ കുളിപ്പിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് അത് കേട്ടപ്പോൾ പണക്കം വന്നോ? പണക്കമൊന്നും തോന്നിയില്ല. ആ അവസരം, കിട്ടുന്ന അവസരം ഒരു കുടുംബത്തിൽ എങ്ങനെയാ ചാൻസ് വീണ് കിട്ടാന്നറിയില്ല. കിട്ടുന്ന അവസരം ഒരു കുടുംബത്തിൽ, ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ഏത് സന്ദർഭത്തിൽ മക്കളോട് പറയാനൊരു ചാൻസ് കിട്ടി അവിടെ പറയുക, ഭാര്യയോട് പറയാനൊരു ചാൻസ് കിട്ടി അവിടെ പറയുക, ഭർത്താവിനോട് പറയാനൊരു ചാൻസ് കിട്ടി, ഭാര്യ അത് ഉപയോഗപ്പെടുത്തുക. മക്കളോട് അതാ ആ നിലക്ക്, ഏത് നിലക്ക് മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ ഉപയോഗപ്പെടുത്തുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ പാഠമാണ്. നോക്കൂ നിങ്ങൾ, ആ നിലക്ക് വീട്ടിലെപ്പോഴും സൗഹാർദ്ദാന്തരീക്ഷം. പക്ഷേ വീട് ഇബ്ലീസിന്റെ കേന്ദ്രങ്ങളായാൽ ഈ സമാധാനമൊക്കെ തകരും. ഇസ്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വീട്, ഇസ്ലാമികമായ കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കേണ്ട വീട്, നന്മകളുടെ വിളനിലമാകേണ്ട വീട്, പരിശുദ്ധ ഖുർആനിന്റെ ശബ്ദവീചികൾ ഉയരേണ്ടുന്ന ഭവനം, സുന്നത്ത് നമസ്കാരങ്ങൾ പുരുഷന്മാര് പള്ളിയിൽ വെച്ച് നിർവഹിക്കാതെ വീടുകളിൽ വെച്ച് നിർവഹിക്കേണ്ടുന്ന പ്രത്യേകമായ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കപ്പെട്ട വീട്, ആ ഒരു അന്തരീക്ഷം നിലനിൽക്കേണ്ടുന്ന പ്രത്യേകമായ സാഹചര്യത്തെ പ്രത്യേകം നിർദ്ദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ ഇന്നതല്ല, ഇന്ന് കൂട്ടമായിരുന്നു സിനിമ കാണുകയാണ്. കൂട്ടമായിരുന്നിട്ടും ഉമ്മയും വാപ്പിയും മക്കളും ജ്യേഷ്ഠനും അനുജനും ഭാര്യയും ഭർത്താവും മക്കളും ഏട്ടനും അനിയത്തിയും ഒന്നിച്ചിരുന്ന് സിനിമ സീരിയൽ വീടുകളിൽ ഇങ്ങനെ എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും ഇരുന്നിട്ട് പടച്ച റബ്ബിനെ ഓർത്തോ? അള്ളാഹനെ മറന്നോ? നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചൊരു ചോദ്യമുണ്ട്. എന്തേ
എന്തേ എനിക്ക് നല്ല കാഴ്ചയുണ്ടായിരുന്നല്ലോ, ഞാനെന്തേ ഇപ്പൊ പരലോകത്ത് ഇങ്ങനെ? അന്ധന്മാരായിട്ട്, കണ്ണു കാണാതെ നാളെ പരലോകത്തെത്താണ് തപ്പിത്തടഞ്ഞ് കുരുടന്മാരായി, അന്ധന്മാരായി. റബ്ബി ലിമ ഹശർതനീ അഅ്മാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. റബ്ബേ, നീ ഇന്നിവിടെ കണ്ണു കാണാത്തവനായി ഇവിടെ അനയിക്കപ്പെട്ടത്. ഞാനിതാ അന്ധനായിരുന്നില്ലല്ലോ, കണ്ണു കാണുന്നവനായിരുന്നല്ലോ. ഇന്നെന്തേ ഞാൻ പരലോകത്ത് ഇങ്ങനെ വന്നത്? അള്ളാന്റെ ചോദ്യം കേട്ടോ, റബ്ബിന്റെ മറുപടി കേട്ടോ. എന്താ പറഞ്ഞത്? നിനക്ക് ആയത്തുകൾ വന്നിരുന്നു, തെളിവുകൾ കിട്ടിയിരുന്നു, ഇസ്ലാമിന്റെ നിയമങ്ങൾ നീ കേട്ടിരുന്നു. പക്ഷേ ഫനസീതഹാ, കേട്ടിട്ടും പഠിച്ചിട്ടും വായിച്ചിട്ടും മനസ്സിലായിട്ടുമൊക്കെ നീ കണ്ടില്ലെന്ന് നടിച്ചവനാണ്, മറന്നവനാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വകദാലികൽ യൗമ തുൻസാ, നിന്റെ കാര്യവും ഇന്നത്തെ ദിവസം വിസ്മരിക്കപ്പെടുകയാണ്. നിന്റെ കാര്യത്തിലും ഇന്ന് ഒരു നിലക്കുള്ള കരുണയും നിനക്ക് കിട്ടുന്ന ദിവസമല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാ. കുടുംബ ജീവിതങ്ങളിൽ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ, ഇസ്ലാമിന്റെ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കി തീർക്കണം. നമ്മുടെ വീട്ടിലെ ഇസ്ലാമിക അന്തരീക്ഷം അയൽക്കാരുണ്ടാക്കൂല. നമ്മൾ മാറാതെ മറ്റൊരാൾ നമ്മൾക്ക് മാറ്റാനാവില്ല. അതുകൊണ്ട് സ്വയം ഒരു മാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് കുടുംബ ജീവിതത്തിലെ അന്തരീക്ഷം ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപൂർണ്ണമാക്കി തീർക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിച്ചിരുന്നയാളാണ്. ഭരണഭാരമുണ്ടായിട്ടും പ്രബോധന ഭാരമുണ്ടായിട്ടും പ്രവാചകത്വത്തിന്റെ ഭാരമുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ അടുക്കളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ കൂടെ അവിടെ സഹായിക്കുകയാണ്, വീട്ടിലെ വേലകളിൽ സഹായിക്കുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി യഅനി ഖിദ്മത അഹ്ലിഹി ഫൈദാ ഹദറത്തിസ് സ്വലാഹ് ഖറജ ഇലസ് സ്വലാഹ്. നിസ്കാരത്തിന്റെ സമയമായി നിസ്കരിക്കാനാണ് പോകും. നിങ്ങൾ നോക്കൂ, ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അവരുമായി എല്ലാ കാര്യങ്ങളിലും നല്ല നിലക്ക് വർത്തിച്ചിട്ടുണ്ട്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ മാന്യമായി തന്റെ കുടുംബത്തോട്, സഹജീവിയോട്, ഇണയോട് പെരുമാറുന്നവനാണ്. ആ നിലക്കൊക്കെ ആകുമ്പോൾ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നല്ല നിലക്ക് നിലനിർത്തിയാൽ അങ്ങുമിങ്ങും മറക്കാനും പൊറുക്കാനും ഒക്കെ സാധിക്കുമ്പോൾ, ഇല്ലായ്മയാണെങ്കിലും ഇല്ലായ്മയിലും ഒരു സുഖമുണ്ട്. ഇല്ലെങ്കിലോ എമ്പാടും ഉണ്ടായിട്ടും കാര്യമില്ല, നരകമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും അവന്റെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി الفائزين برضا الله അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു നമ്മെ ഏവരെയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബാന്തരീക്ഷത്തിൻ്റെ ഭദ്രത അത് തകരാതെ, അത് സമാധാനപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ശാന്തിയുടെ കേന്ദ്രങ്ങളായി മാറാൻ, സമാധാനത്തിൻ്റെ പ്രത്യേകമായ വിളനിലങ്ങളായി മാറാൻ ഇസ്ലാമികമായ നിർദ്ദേശങ്ങളാണ് നാം ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കുടുംബകാര്യങ്ങളിൽ ഒരു സ്വാർത്ഥനായിരുന്നില്ല. അവിടുന്ന് ഏറ്റവും വലിയ നേതാവാണ്, വഹി വരുന്ന റസൂലാണ്. പാപങ്ങൾ കടപുകരാത്ത, പാപപങ്കിലമായ ജീവിതത്തിലേക്ക് എത്തിനോക്കുക പോലും ചെയ്യാത്ത, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന, നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുന്ന നേതാവായിട്ട് പോലും പല വിഷയങ്ങളിലും അവിടുത്തെ ഭാര്യമാരോട് മുഷാവറ നടത്തും. അള്ളാഹിന്റെ റസൂലിന് മുഷാവറ നടത്തേണ്ട എന്ത് കാര്യമുള്ളത്? എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനൊരു മെസ്സേജ് നൽകണം. എന്താണ്? കുടുംബനാഥൻ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ എൻ്റെ ഭാര്യയെ പരിഗണിക്കാതെ തന്നിഷ്ടം പ്രവർത്തിക്കരുത്. പൊതുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പെണ്ണുങ്ങളോടൊക്കെ ഒന്ന് ആലോചിക്കാറ് തെറ്റൊന്നുമല്ല. അവരെ മോശക്കാരായി കാണണ്ട, അവരെ മുഷാവറ നടത്താൻ പറ്റാത്തവരാണ് എന്നവരോട് പറയരുത്. കാര്യങ്ങൾ കൂടിയാലോചിച്ച് എല്ലാവരും പറയും പോലെ എടുത്തോളണം എന്നല്ല, പക്ഷെ കൂടിയാലോചിക്കുമ്പോൾ എന്നെ പരിഗണിക്കുന്നൊരു ഭർത്താവാണ് എൻ്റെത് എന്നൊരു ബോധം ഒരു പെണ്ണിലുണ്ടാകും. അത് ഭാര്യയ്ക്ക് തിരിച്ചും ഉണ്ടാകും, ഭർത്താവിന് അങ്ങോട്ടും ഉണ്ടാകും. ആ നിലക്കുള്ള മുഷാവറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തി. ചില കാര്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിപരമായ ചില നിർദ്ദേശങ്ങൾ പൊടുന്നനെ ചില ഭാര്യമാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയ അനുഭവങ്ങളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഹുദൈബിയ
സന്ധിയുടെ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉംറയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പുറപ്പെട്ടത് മക്കയിലേക്ക്. പക്ഷെ വഴിക്ക് വെച്ച് തടയപ്പെട്ട്, വിശദീകരിക്കാൻ സമയമില്ല, ചുരുക്കി പറയട്ടെ, ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടു. ആ വർഷം ഉംറയ്ക്ക് മക്കയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും തിരിച്ചു പോരാനുള്ള കരാറായി. സഹാബിമാർക്കിടയിൽ വമ്പിച്ച പ്രശ്നമായി. അതവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി. ഇതെന്തായാലും പറ്റുമോ? ഇങ്ങനെ കുറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ തിരിച്ചു പോകെ, പരാജയപ്പെടെ, പറ്റില്ല. അവർക്കിടയിൽ അടക്കി പിടിച്ച സംസാരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? ഖൂമു, എല്ലാവരും എണീക്കിൻ, എല്ലാവരും എഴുന്നേൽക്കൂ. ഫൻഹറു, കൊണ്ടുവന്ന മൃഗങ്ങളെ ഇവിടെ വെച്ച് അറുക്കൂ. ഫഹലിഖു, മുടി മുറിക്കൂ, അല്ലെങ്കിൽ മുടി ഒട്ടയടിക്കൂ, നീക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന. സഹാബത്ത് അനങ്ങുന്നില്ല. മനസ്സ് വല്ലാതെ മരവിച്ചു പോയിരിക്കണവര്. എന്താ ഈ കേട്ടത്? നാണക്കേടല്ലേ? ഹുദൈബിയയിൽ വെച്ച് തിരിച്ചു പോരുകയോ? എന്താ, നമ്മൾ ആണുങ്ങളല്ലേ? ഉംറ ചെയ്യാതെ ഇവിടെ വെച്ച് മടങ്ങിപ്പോവുകയോ? ആ നിലക്കുള്ള മാനസികമായ ഒരു അവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, ഖുമു ഫൻഹറു ഫഹലിഖു, എഴുന്നേൽക്കൂ, അറവ് നടത്തൂ, മുടി നീക്കൂ. കേട്ടില്ല. മൂന്നാമതും പറഞ്ഞു, അനങ്ങുന്നില്ല. പ്രവാചകന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ടെന്റിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഇരിക്കുന്നുണ്ട്. ആ യാത്രയിൽ കൂടെയുള്ളത് മഹദിയായ നമ്മുടെ ഉമ്മ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയാണ്. നമ്മുടെ ഉമ്മ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ, പക്വമതിയായ, ബുദ്ധിമതിയായ, തന്റേടിയായ ഭാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് പറഞ്ഞു, മുസൽമ, വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാൻ അകപ്പെട്ടിട്ടുള്ളത്. എന്തപ്പോ ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ സന്ദർഭമാണ്. ജനങ്ങളൊന്നും ഇത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി എന്താ ഒരു മാർഗം? ഉടനെ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, യാ നബിയല്ലാഹ്, അതുഹിബ്ബു ദാലിക, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ ചെയ്യണമെന്ന് അങ്ങൊന്നിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഉഖ്റുജ്, വേഗം പുറത്തേക്കിറങ്ങൂ നബിയേ. ഇനി ഒരാളോടും അങ്ങുന്ന ഒരു വാക്കും മുരിയാടണ്ട. എന്നിട്ട് എന്തു ചെയ്യണം? ഓ നബിയേ, പെട്ടെന്ന് പുറത്തിറങ്ങൂ. അങ്ങ് കൊണ്ടുവന്ന ഒട്ടകങ്ങളെ ഉടനെ അറുത്തോളൂ. ഒന്നും ആരോടും പറയണ്ട. അറവ് നടത്തൂ. അതുപോലെ തന്നെ മുടിയങ്ങ് നീക്കിക്കോളൂ. അത്രയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞതുപോലെ ചെയ്തപ്പോ അതാ പരസ്പരം പോരടിക്കാൻ നിന്നിരുന്ന സഹാബത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. അവരവര് കൊണ്ടുവന്ന വാഹനാദാ പ്രത്യേകമായ മൃഗങ്ങളെ അറുക്കുന്നു. പരസ്പരം പോരാടാൻ വേണ്ടി കാത്തിരുന്നിരുന്നവർ പരസ്പരം തലയിലെ മുടികൾ നീക്കിക്കൊടുക്കുന്നു. സ്നേഹത്തോടെ പിരിയുന്നു. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. എല്ലാവരും ആ പറഞ്ഞതുപോലെ ചെയ്ത് തിരിച്ചു പോന്നു. ചില ഘട്ടങ്ങളിൽ എത്ര വലിയ മഹാന്മാർക്കും അവരവരുടെ ഇണകളുടെ ചില വാക്കുകൾ വല്ലാത്ത മനസ്സിന് സമാധാനവും ശാന്തിയും കുളിരും പകരും എന്നൊരു മെസ്സേജ്, എന്നൊരു സന്ദേശം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സംഭവത്തിലൂടെ മുസ്ലിം ലോകത്തിന് കിട്ടിയിരിക്കുകയാണ്. അവർ മോശക്കാരികളാണ്. നാഖിസാത്തു അഖ്ലിൻ വ ദീനാണ്, ദീനില്ല, ബുദ്ധിയില്ല എന്നൊന്നും പറഞ്ഞ് എല്ലാത്തിലും തള്ളണ്ട, പരിഗണിച്ചോളണം. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒരു സമാധാനാന്തരീക്ഷത്തിന് നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതോടൊപ്പം ഗൗരവത്തോടെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും വേറെ ആരോടും പറയരുത്. മറ്റുള്ളവരെ അതിൽ ഇടപെടിക്കരുത്. ഒരാളെ അത് അറിയിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ, നിങ്ങളുടെ കിടപ്പറയിലെ അനുഭവങ്ങൾ എത്ര അടുത്ത ഫ്രണ്ടായിരുന്നാലും പറഞ്ഞു പോകരുത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ അമാനത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർറജുൽ യുഫ്ളീ ഇലാ ഇംറാതിഹി വതുഫ്ളീ ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. തന്റെ ഭാര്യയുമായി കിടപ്പറ പങ്കിട്ട അനുഭവങ്ങൾ പിറ്റേന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ അല്ലെങ്കിൽ പ്രത്യേക അവസരങ്ങളിലോ മറ്റുള്ളവരുമായി പങ്കിടുന്നവൻ ഏറ്റവും വലിയ നീചനാണ്. മനസ്സിലാക്കി വെച്ചോളൂ. അവനവന്റെ കിടപ്പറ രഹസ്യങ്ങൾ മറ്റുള്ളവന്റെ മുമ്പിൽ പറഞ്ഞാസ്വദിച്ച് ചിരിപ്പിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവൻ യഥാർത്ഥ മനുഷ്യനാവാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. ശരിയല്ല. അത് സൂക്ഷിക്കണം. കുടുംബജീവിതത്തിലെ ഭദ്രത അത് നിലനിർത്തണം. ഒരിക്കലും തൻ്റെ പെണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള സ്വകാര്യ നിമിഷത്തിലെ അനുഭവങ്ങൾ മറ്റൊരാളോട് പങ്കുവെച്ചു പോകരുത്. പരലോകത്ത് ചോദിക്കപ്പെടുന്ന അഅ്ളമുൽ അമാനത്തി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രവാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലൊന്നും കാത്തു സൂക്ഷിക്കണം. പ്രവാസ ലോകത്ത് വേണ്ടാത്ത ഈ ഇടപാട്
പ്രവാസ ലോകത്തുള്ള റൂമുകളിൽ വേണ്ടാത്ത ഈ സംസാരം വല്ലാതെ നടക്കുന്നൊരു ലോകമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രവാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ബോധപൂർവമാണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് പരമകാരുണികനായ നാഥൻ നമുക്കെല്ലാവർക്കും രക്ഷ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ രോഗികളുണ്ട് നാഥ, നീ അവർക്ക് ശിഫ നൽകണമേ. ഈ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ട പലരുമുണ്ട്. അള്ളാഹുവേ, നീ അവർക്കെല്ലാം പരലോക സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും പാപങ്ങൾ നീ പുറത്തു തരേണമേ നാഥ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിന്റെ കെടുതികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന മിനൻ നാർ. അല്ലാഹുമ്മ അർഹം ശുയൂഖൽ ഇമാറാത്ത് الذين انتقلوا إلى رحمتك. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.